ഈ പ്രകാശന ചടങ്ങിലേക്ക് വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുക, തടയുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രശ്നം ആരംഭിച്ച ഘട്ടം മുതൽ പയ്യന്നൂരിൽ ഒരു സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ച കാര്യം. ഇവിടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനം നടന്നപ്പോൾ അത് ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. എന്റെ വീടിന് മുമ്പിൽ പ്രകടനം നടത്തി ഗേറ്റിന് മുമ്പിൽ വെച്ച് പടക്കം പൊട്ടിക്കുന്ന അവസ്ഥയുണ്ടായി. എന്നെ അനുകൂലിക്കുന്ന, ഇപ്പോ ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രസന്നന്റെ ബൈക്ക് ഒരു രാത്രിയിൽ തീ വെച്ച് നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പൂർണ്ണമായും ആ ബൈക്ക് കത്തിച്ചു കളഞ്ഞിരിക്കുകയാണ്. അത് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണ്. ഇതുപോലുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായി ഈ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലമാകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അലങ്കോലമാക്കാൻ ചിലർ പരിശ്രമിക്കുമോ എന്ന സംശയം ഞങ്ങളിൽ ഉയർന്നു വരികയും അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഈ ചടങ്ങിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഏതു വിധത്തിലും ആളുകളെ ദ്രോഹിക്കുക എന്ന സമീപനം തുടരുക. ഇന്നലെ വള്ളൂരിൽ തന്നെ മറ്റൊരു സംഭവം നടക്കുകയുണ്ടായി. വള്ളൂരിലെ പ്രധാനപ്പെട്ട നാടക പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ സർഗം ദാമുവിന്റെ കുറെ ഫോട്ടോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊട്ടണശ്ശേരി ഉത്സവ സ്ഥലത്ത് ഡിവൈഎഫ്ഐയുടെ വള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റി ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. ഇന്നലെ പകൽ കോറത്തുള്ള ഒരു നോവലിസ്റ്റാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. രാത്രി ഒരു 10-11 മണിയാകുമ്പോ ഉത്തരവാദപ്പെട്ട ചില ആളുകൾ പോയി, ഇത് നടത്താൻ പറ്റില്ല, ഈ ഫോട്ടോ പ്രദർശനം നടത്താൻ പറ്റില്ല. ഡിവൈഎഫ്ഐക്കാരോടാണ് പറയുന്നത്. അവരുടെ നേതൃത്വത്തിൽപ്പെട്ട ചിലർ തന്നെയാണ് പറയുന്നത്. എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോ ദാമോ സർഗത്തിന്റെ ഫോട്ടോ ആണ് ഇതിൽ കൂടുതൽ, അതുകൊണ്ട് ദാമോ സർഗത്തിന്റെ ഫോട്ടോ അങ്ങനെ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ആ ഫോട്ടോ പ്രദർശനം നിർത്തിവെക്കാൻ ഇടപെട്ടത്. ഇന്നലെ രാത്രി 10-11 മണിയോടുകൂടി ആ പ്രദർശനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നവര് പുനരാരംഭിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പുനരാരംഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ പ്രദേശത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണ് ഈ നിലയിൽ പ്രകോപനമുണ്ടാക്കാൻ, അക്രമങ്ങൾ സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് മുന്നോട്ടു പോകാൻ സന്നദ്ധമാകുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രചരണങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനെന്തോ മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തോതിലുള്ള പ്രചാരവേല നവമാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സദസ്സിനു മുമ്പാകെ പറയാൻ പോലും പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അശ്ലീല സന്ദേശങ്ങളടക്കം ഈ നവമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ സാധിക്കത്തക്ക നിലയിലുള്ള തനി കള്ളത്തരങ്ങൾ, അസത്യം പ്രചരിപ്പിക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗീബൽസിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് കാലത്ത് അവരുപയോഗപ്പെടുത്തിയതാണ് എങ്കിൽ ഫാസിസത്തിന്റെ പഴയ കാലത്തെ അന്ത്യത്തോടുകൂടി, പുതിയ കാലത്ത് പുതിയ രീതിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, അന്ത്യത്തോടുകൂടി അത് അവസാനിച്ചു എന്ന് നമുക്ക് കരുതാനാകില്ല. പുതിയ കാലത്ത് പുതിയ രീതിയിൽ പുതിയ പലരും ആ സിദ്ധാന്തം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലത് വിശദീകരണം വിശ്വാസയോഗ്യമല്ലാതിരുന്നിട്ടും അതിനെതിരെ പരസ്യമായി പ്രതികരിക്കാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ടായിട്ടുണ്ട്. ഇപ്പൊ CKP-യുടെ വിഷയം നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്താണല്ലോ, കുഞ്ഞിമംഗലം പഞ്ചായത്ത്. CKP-ക്കെതിരെ നടപടിയെടുക്കുമ്പോ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ കീഴെ വിശദീകരിച്ചത് കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നത് മാത്രമാണ്. ആ ജാഗ്രത കുറവിന് ഇത്രയും വലിയ ശിക്ഷ വേണമായിരുന്നോ എന്ന കാര്യം ഞാൻ മാത്രമല്ല, ഈ പാർട്ടിക്കകത്ത് ഒട്ടനവധി സഖാക്കൾ ആ ചോദ്യം ഉന്നയിച്ചതാണ്. പക്ഷെ അതിനൊന്നൊരു തൃപ്തികരമായ, ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മറുപടി ലഭിച്ചില്ല എന്നത് മറ്റൊരു കാര്യം. മാത്രല്ല, CKP തന്നെ ആ നടപടി ഏതാണ്ട് അംഗീകരിക്കുന്ന രീതിയിൽ, ഉള്ളിൽ അതിനോട് എതിർപ്പുണ്ടെങ്കിലും പരസ്യമായി പ്രകടിപ്പിക്കാതെ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണല്ലോ സ്വീകരിച്ചത്. അതുപോലുള്ള വിഷയങ്ങൾ വലിയ വിഭാഗം പാർട്ടി സഖാക്കൾക്കിടയിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്.
അത് വ്യത്യസ്ത കാരണങ്ങളാലാകാം. നേതൃത്വം തന്നെ നിലപാടുകളുണ്ടാകും, പ്രാദേശിക വിഷയങ്ങളുണ്ടാകും. പക്ഷെ കേരളത്തിലാകെ ഈ അസംതൃപ്തി വളർന്നു വരുന്നു എന്നത് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. പയ്യന്നൂരിലെ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന അസംതൃപ്തിയാണ് കാരയിൽ, ഈ പയ്യന്നൂർ നഗരസഭയിൽ, ഈ പയ്യന്നൂർ വില്ലേജിൽ, കാരാ പ്രദേശത്ത് അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സഖാവ് സി വൈശാഖ് രാജിവെച്ച് മത്സരിക്കാനിടയാക്കിയതും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതും പാർട്ടിയും LDF-ഉം അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോയതും എന്നത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. ഈ പാർട്ടി തകർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പാർട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ നിലവിലുള്ളതിൽ മെച്ചപ്പെട്ട പാർട്ടിയാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, പാർട്ടിക്കകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അത് തിരുത്തി മുന്നോട്ട് പോയാലേ ഈ പാർട്ടിക്ക് ജനവിശ്വാസം ആർജിക്കാനും ഈ പാർട്ടിക്ക് മുന്നേറാനും സാധിക്കൂ എന്നതാണ് എന്റെ ബോധ്യം. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പോരാട്ടം പാർട്ടിക്കകത്ത് നടത്തിയത്. 2026 ഈ വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരണം എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എന്റെ ആഗ്രഹവും അത് തന്നെയാണ്. കാരണം ഈ കേരളം ഈ കാണുന്ന നിലയിലേക്ക് വളർന്നു വന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 57 മുതൽ ഇങ്ങോട്ട് ഭരണത്തിൽ വന്നപ്പോ സ്വീകരിച്ച നടപടികൾ, 57-ന് മുമ്പ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, അതിന്റെ ഫലമായി കേരളത്തിലാകെ വലിയ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട രക്തസാക്ഷികൾ, ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഈ കാണുന്ന നിലയിലുള്ള മാറ്റം കേരളത്തിൽ ഉണ്ടായത്. ഇത് നിലനിൽക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണം. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറെ കൂടി ശക്തമാകണം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വീണ്ടും വരണം എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷെ ഇന്ന് ഈ നേതൃത്വത്തിന്റെ പോക്ക് ശരിയല്ല എന്നത് പാർട്ടിക്കകത്ത് നിരന്തരമായി പറഞ്ഞ് പ്രയോജനമില്ലാതെ വരുമ്പോ ജനങ്ങളോട് പറയുക എന്നത് എന്നെ പാർട്ടി പഠിപ്പിച്ച ഒരു കാര്യമാണ്. 3 തവണ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ച് താഴെ തലം വരെ വിശദീകരിച്ചിട്ടുണ്ട്. ആ 3 രേഖയിലും പാർട്ടി കീഴ് റിപ്പോർട്ട് ചെയ്തത് ഈ സമൂഹം പുതിയ കാലത്തെ മുതലാളിത്തം കൂടുതൽ കൂടുതൽ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീർണത അറിഞ്ഞോ അറിയാതെയോ
നമ്മുടെ പാർട്ടിയെയും സ്വാധീനിക്കാനിടയുണ്ട്. നമ്മുടെ പാർട്ടി സഖാക്കളെയും നേതാക്കളെയും സ്വാധീനിക്കാനിടയുണ്ട്. അങ്ങനെ വരുമ്പോ ഈ പാർട്ടിയെ ജാഗ്രതയോടെ വീക്ഷിക്കാൻ പാർട്ടി അണികൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ ഈ തെറ്റ് തിരുത്തിക്കാൻ കഴിയൂ എന്നതാണ് ഈ 3 തെറ്റ് തിരുത്തൽ രേഖയിലൂടെയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി പാർട്ടി അണികളോട് ആവശ്യപ്പെട്ടത്, വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തലവാചകം നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന തലവാചകം ഞാൻ ഈ പുസ്തകത്തിന് കൊടുക്കാൻ തയ്യാറായത്. ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് വിമർശന സ്വയം വിമർശനം അതിന്റെ ജീവവായുവാണ്. അതില്ലാതായാൽ പിന്നെ ഈ പാർട്ടിയില്ല. പക്ഷെ ഇന്ന് ഈ പാർട്ടിക്കകത്ത് വിമർശനമുന്നയിക്കുന്നവരെ പ്രത്യേക കണ്ണിലൂടെ നോക്കിക്കാണുന്ന നേതൃത്വമാണ് പലരും. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പലരും. ഇപ്പൊ താഴെ ബ്രാഞ്ച് തലത്തിൽ തന്നെ സഖാക്കൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, വിമർശനം ഉന്നയിച്ചാൽ വിരോധം വെച്ചു പുലർത്തുകയാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചതല്ലല്ലോ. ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന്റെ റിവ്യൂ റിപ്പോർട്ടിലും പാർട്ടി സംസ്ഥാന കമ്മിറ്റി കീഴെ റിപ്പോർട്ട് ചെയ്തത് വിമർശനവും സ്വയം വിമർശനവും ശക്തിപ്പെടുത്തണം എന്നതാണ്. പക്ഷെ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം പ്രയോജനമില്ലല്ലോ, പ്രാവർത്തികമാക്കണ്ടേ. ആശയപരമായ ഒരു അഭിപ്രായ വ്യത്യാസവും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. എന്തേ ഉണ്ടായുള്ളൂ? സാമ്പത്തികമാണ്. ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി പണം സമ്പാദിക്കാത്ത പാർട്ടിയാണ് CPM എന്നും അതുകൊണ്ടാണ് CPM-ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിച്ചതെന്നും അതിന്റെ ഫലമായിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നും നമ്മളെല്ലാം മനസ്സിലാക്കിയ കാര്യമാണല്ലോ. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി ആ പണം ചെലവഴിക്കുന്നത് സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ലല്ലോ. ഇനി ജനങ്ങളെ പോകട്ടെ, ഇത് പാർട്ടി ഘടകത്തിൽ ഉന്നയിച്ചാൽ ആ ഘടകത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കണ്ടേ? അങ്ങനെ ബോധ്യപ്പെടുത്താൻ നേതൃത്വത്തിന് സാധിച്ചിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പോരാട്ടത്തിന് ശേഷം എനിക്കിത് തുറന്നു പറയേണ്ടി വരുമായിരുന്നില്ല എന്നതാണ് വസ്തുത. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ കഴിയില്ലല്ലോ. ജനങ്ങളോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാകണ്ടേ? ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് മറ്റന്നാള് പറയും എന്ന് ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ അത്രത്തോളം നല്ലത്. രക്തസാക്ഷികൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ആവേശമാണ്. ഒരാൾ അവന്റെ ജീവൻ അത് ഏറ്റവും വിലപ്പെട്ടതാണ്, ഏറ്റവും വലുതാണ്. അതിൽ കൂടുതലായി മറ്റൊന്നും ത്യജിക്കാനില്ല. ആ ജീവൻ ത്യജിച്ച രക്തസാക്ഷിയുടെ കുടുംബം അനാഥമാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് രക്തസാക്ഷി ഫണ്ട് പിരിക്കുന്നത്. ആ ഫണ്ടിൽ പോലും കൃത്രിമം നടത്താൻ,
ആ ഫണ്ട് പോലും അപഹരിക്കാൻ സന്നദ്ധമായി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിൽ ചില ആളുകൾ എങ്ങോട്ടാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്? അങ്ങനെ ചിലര് തയ്യാറായാൽ അത് തിരുത്തിക്കാനും ആ തയ്യാറായവരുടെ പേരിൽ നടപടിയെടുക്കാനുമല്ലേ പാർട്ടി നേതൃത്വം സന്നദ്ധമാകേണ്ടത്. പക്ഷെ അവരുടെ സംരക്ഷകരായി പാർട്ടി നേതൃത്വം തന്നെ മാറിയാൽ പിന്നെ ഈ പാർട്ടിയെ ആര് രക്ഷിക്കും എന്നതാണ് എന്റെ മുമ്പിൽ ഉയർന്നു വന്ന ചോദ്യം. അണികൾ തെറ്റ് ചെയ്താൽ തിരുത്തിക്കേണ്ടത് നേതൃത്വമാണ്. നേതൃത്വത്തിലുള്ളവർ തെറ്റ് ചെയ്താൽ തിരുത്തിക്കേണ്ട അതിനു മുകളിലുള്ള നേതൃത്വമാണ്. പക്ഷെ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലോ? ഞാനിപ്പോ ഈ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു മാറി നിൽക്കുന്ന കുറച്ച് ദിവസമായല്ലോ. കേരളത്തിലെ മിക്കവാറും പ്രദേശങ്ങളിൽ നിന്ന് എന്നെ പലരും ബന്ധപ്പെടുകയാണ്. ആ ബന്ധപ്പെടുന്ന പലരും പറയുന്നത് നിങ്ങളുടെ പ്രദേശത്ത് മാത്രമല്ല ഞങ്ങളുടെ പ്രദേശത്തും ഇതുപോലുള്ള വിഷയങ്ങളുണ്ട്, പക്ഷെ തുറന്നു പറയാൻ പലരും സന്നദ്ധമാകുന്നില്ല എന്നാണ്. ഞാൻ എന്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. 35 വർഷം തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM നേതൃത്വത്തിൽ ഭരണം നടത്തിയ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ആ പശ്ചിമ ബംഗാളിൽ ഇപ്പോ പാർട്ടികളുടെ സ്വാധീനം അളക്കുന്നത് തെരഞ്ഞെടുപ്പിലെ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ, വോട്ടിനെ അടിസ്ഥാനമാക്കിയാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ മുന്നണിക്ക് ആകെ കിട്ടിയത് 6% വോട്ടാണ്. പാർട്ടിക്കല്ല, മുന്നണിക്കാകെ കിട്ടിയത് 6% വോട്ടാണ്. എന്തേ ബംഗാളിൽ ഇങ്ങനെ പാർട്ടി തകരാനടിയായി? കേരളത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന ഈ അസംതൃപ്തി ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയതാണ് ബംഗാളിൽ സംഭവിച്ചത്. ആ പൊട്ടിത്തെറി ബംഗാളിലെ പാർട്ടിയെ തകർത്തു. ആ പൊട്ടിത്തെറി ബംഗാളിന് മാത്രം ബാധകമാകുന്ന ഒന്നാണോ? മാർക്സിസം എന്ന് പറയുന്നത് എല്ലാം മാറ്റത്തിന് വിധേയമാകുന്നതാണ് എന്ന് പറയുന്നതല്ലേ? അപ്പൊ പടിപടിയായി ഈ നിലയിലേക്ക് ബംഗാളിലെ പാർട്ടി എത്തിയെങ്കിൽ കേരളത്തിലെ പാർട്ടിയും അങ്ങനെ എത്തില്ല എന്ന് ആർക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും? അതുകൊണ്ടാണ് പാർട്ടിക്കകത്ത് തെറ്റ് സംഭവിക്കുമ്പോ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും തിരുത്തിക്കാനും അണികൾ സന്നദ്ധമാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ എനിക്കെതിരെ പല പ്രചാരവേലകളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ MV ജയരാജൻ മുതൽ ഇങ്ങോട്ട് ഒട്ടേറെ ആളുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ജാഥയുമായി ബന്ധപ്പെട്ട് ജാഥ പയ്യന്നൂരിലെത്തിയപ്പോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വിരൽ മറ്റുള്ളവരുടെ മേലെ ചൂണ്ടുമ്പോ ബാക്കി 4 വിരൽ തന്റെ നേരെ തന്നെയാണ് ചൂണ്ടുന്നത് എന്നെല്ലാവരും ഓർക്കേണ്ടതുണ്ട് എന്ന് സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. ഒരു വിരലെ മറ്റുള്ളവന്റെ നേരെ ചൂണ്ടുന്നുള്ളൂ, ബാക്കി 4 വിരലും തന്റെ നേരെ തന്നെയാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവനവനെങ്ങനെയാണ് ഈ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണോ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ
ഒരു രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ട് അപഹരിക്കാൻ എങ്ങനെ സാധിക്കുന്നു? കണക്ക് മറ്റന്നാൾ വരും. കണക്ക് വന്നിട്ട് അതിന്റെ മറ്റു കാര്യങ്ങൾ പറയാം. എന്റെ കണക്ക്, അവര് നേരത്തെ അവതരിപ്പിച്ച കണക്ക്, എന്റെ കണക്ക് രണ്ടും ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കണക്കെന്താണ്, യഥാർത്ഥ കണക്കെന്താണ് എന്ന് ഞാൻ ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത്, അവരെല്ലാം ഇവിടെ ഉണ്ട്, അവരോട് പറഞ്ഞത് കഴിയുമെങ്കിൽ ഈ പുസ്തക പ്രകാശനത്തിന് മുമ്പ് ആ കണക്ക് പരസ്യപ്പെടുത്താൻ നേതൃത്വം തയ്യാറാകണം എന്നാണ്. ഇത് വെറുതെ പറഞ്ഞല്ല. ഞാൻ മനസ്സിലാക്കിയത്, എന്റെ പുസ്തകം പുറത്തു വന്നാൽ അതിൽ ഞാൻ പറഞ്ഞ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കണക്ക് തയ്യാറാക്കി കീഴെ റിപ്പോർട്ട് ചെയ്യാനാണ് നേതൃത്വത്തിന്റെ ആലോചന എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണം എന്ന് അവരോട് അഭ്യർത്ഥിച്ചത്. ഭീഷണിയൊന്നല്ല, ഒരു അഭ്യർത്ഥന മാത്രമാണ്. അതിനെ ഭീഷണിയായി ചിത്രീകരിക്കാനും നേതൃത്വം സന്നദ്ധമായി എന്നത് വേറൊരു കാര്യം. ഞാൻ ഒരു ഭീഷണിയും ആരുടെ മുമ്പിലും വെച്ചിട്ടില്ല. ഭീഷണി സ്വരം എന്റെ സംസാരത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അഭ്യർത്ഥന മാത്രമാണ്. ഇത് ഈ ഒരു കണക്കിൽ തീരുന്നതാണ്. രക്തസാക്ഷി ഫണ്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വികാരപരമായി എടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. എന്നെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ പാർട്ടി കമ്മിറ്റി ഔദ്യോഗികമായി തീരുമാനിച്ച് ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത്. മറ്റ് 2 ഫണ്ടും ഓഡിറ്റ് ചെയ്യാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ധനരാജ് ഫണ്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടും ഓഡിറ്റ് ചെയ്യാൻ എന്നെ ചുമതലപ്പെടുത്തിയിരുന്നില്ല. പക്ഷെ ഞാൻ ആ കണക്ക് കൃത്യമായി പരിശോധിച്ചു. എന്തുകൊണ്ടെന്നാൽ ആ കണക്ക് പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. കാരണം അന്ന് ഞാനാണ് ഏരിയ സെക്രട്ടറി. ഞാനാണ് ഏരിയ സമ്മേളനത്തിൽ ആ കണക്ക് അവതരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് കൃത്യമായി പരിശോധിച്ച് ഒരു വ്യക്തത വരുത്താതെ ആ കണക്ക് അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഫണ്ട് ഓഡിറ്റ് ചെയ്തതിന്റെ അനുഭവം എന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഈ 2 കണക്ക് ഞാൻ പരിശോധിച്ചത്. പിന്നീട് 3 പേരടങ്ങിയ ഓഡിറ്റർമാരെ ഈ 2 കണക്കും പരിശോധിക്കാൻ ചുമതലപ്പെടുത്തി. എന്റെ കണ്ടെത്തലിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊന്നും പറയാൻ അവർക്കും ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടി.ഐ. മധുസൂദനൻ ഏതാണ്ട് 1 മണിക്കൂറിലധികം റിപ്പോർട്ടർ ചാനലിൽ കോഫി വിത്ത് ഡോക്ടർ അരുൺകുമാർ എന്ന പരിപാടിയിൽ സംസാരിക്കുകയുണ്ടായി. അതില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗീബൽസിനെ നാണിപ്പിക്കുന്ന നുണകളടക്കം പറയാൻ തയ്യാറായിട്ടും ഞാൻ ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് എന്ന് മാത്രമല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരുൺകുമാറിന്റെ ചോദ്യത്തിന് പോലും ഒരു വിശദീകരണം നൽകാൻ സന്നദ്ധമായിട്ടില്ല എന്നതാണ് വസ്തുത. ഞാനത് പൂർണ്ണമായി കേട്ട ഒരാളാണ്. ഒരു കാര്യം കൂടി പറയാം. ടി.ഐ. മധുസൂദനാകട്ടെ, മറ്റേതെങ്കിലും പാർട്ടി നേതാക്കന്മാരാകട്ടെ, ഈ പയ്യന്നൂരിലെ ഫണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരസ്യ സംവാദത്തിന് തയ്യാറായാൽ ഞാൻ ആ സംവാദത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധനാണ്. ഇത് വെല്ലുവിളിയൊന്നല്ല. നിങ്ങൾ അങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറാകണമെന്ന് അവരോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. ആരുടെ മുമ്പിലും
ഈ കണക്കുകൾ ബോധ്യപ്പെടുത്താൻ എനിക്ക് ഒരു രേഖ ആവശ്യമില്ല ഈ കാര്യങ്ങൾ പറയാൻ. കാരണം എനിക്ക് മനപ്പാടാണ് ഈ കാര്യം. അതുകൊണ്ട് ടി.ഐ. മധുസൂദനാകട്ടെ, മറ്റ് പാർട്ടി നേതാക്കന്മാരാകട്ടെ, ആരുമായും ഈ പയ്യന്നൂരിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവാദത്തിന് ഞാൻ സന്നദ്ധമാണ്. നിങ്ങൾ അതിന് തയ്യാറാകണം. നിങ്ങൾ നിശ്ചയിക്കുന്ന വേദിയിൽ, നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് ഞാൻ വന്നുകൊള്ളാം എന്നാണ് എനിക്ക് വിനീതമായി സൂചിപ്പിക്കാനുള്ളത്. കണക്ക് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടും കൂട്ടിയ 4 അല്ലേ? പണ്ട് സഖാവ് സുബ്രഹ്മണ്യനായി പറയാറുണ്ട്, കണക്ക് രണ്ടും രണ്ടും കൂട്ടിയ 4 തന്നെ. പക്ഷെ രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടും കൂട്ടിയ 4 ആകില്ല. ചിലപ്പോ അത് 5 ആകാം, ചിലപ്പോ 3 ആകാം എന്ന് സുബ്രഹ്മണ്യനായി പണ്ട് പല പൊതുയോഗങ്ങളിലും പ്രസംഗിക്കാറുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം വേറെ, കണക്ക് വേറെ എന്നതാണ് ഷേണായി തന്നെ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടായാലും അതുപോലെ തന്നെ AKG ഭവൻ കെട്ടിട നിർമ്മാണ ഫണ്ടായാലും രക്തസാക്ഷി ഫണ്ടായാലും ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിലയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വാക്കാലും രേഖാമൂലവും പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിച്ചത്. പക്ഷേ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാനാണ് ഇന്നേ വരെ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ടാണ് കണക്കിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ടി.ഐ. മധു ഈ 1 മണിക്കൂറിലേറെ എടുത്ത് പറഞ്ഞപ്പോ കണക്കിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ വെക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ ഒറിജിനൽ 1ഉം 2ഉം റെസീറ്റ് ബുക്ക് ഉപയോഗിച്ചത് ടി.ഐ. മധുസൂദനാണ്. 28 ആളുകളിൽ നിന്ന് ടി.ഐ. മധുസൂദനൻ ഫണ്ട് പിരിച്ചിട്ടുണ്ട്. 2ാമത്തെ റെസീറ്റ് പിന്നീട് അയാൾ തിരിച്ചു നൽകിയപ്പോ 28ാമത്തെ റെസീറ്റ് വരെ മുറിച്ചിട്ടുണ്ട്. പക്ഷെ കമ്മിറ്റിക്ക് കൊടുത്ത കണക്ക് 20 ആളിൽ നിന്ന് ഫണ്ട് മുറിച്ചു എന്നാണ്. 20 പേരിൽ നിന്ന് ഫണ്ട് മുറിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നൽകിയ കണക്ക്. ബാക്കി 8 പേരുടെ പണം എവിടെ പോയി? അതിന് ടി.ഐ. മധുസൂദനൻ മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. ഈ 1ഉം 2ഉം ബുക്ക് ഓഡിറ്റിന് ഹാജരാക്കാതെ അതിന് വ്യാജ റെസീറ്റ് അച്ചടിച്ചിട്ടാണ് ഓഡിറ്റ് ഹാജരാക്കുന്നത്. എന്തിനാ വ്യാജ റെസീറ്റ് അടിക്കുന്നത്? പറഞ്ഞ കാരണം ഈ റെസീറ്റ് കാണാതായി പോയിന്ന. ഓഫീസ് സെക്രട്ടറി വ്യാജ റെസീറ്റ് അടിച്ചു എന്നാണ്. 6 പുസ്തകം ആകെ അച്ചടിച്ചിട്ടുള്ളൂ റെസീറ്റ്. അതിൽ 4 ബുക്കിൽ ഒരു റെസീറ്റ് പോലും മുറിച്ചിട്ടില്ല. ആ മുറിക്കാത്ത 4 ബുക്ക് ഉണ്ടാകുമ്പോ ഈ നഷ്ടപ്പെട്ട കാര്യം കമ്മിറ്റിയിൽ പറഞ്ഞ്, പാർട്ടി ഘടകത്തിൽ പറഞ്ഞ് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന് പരിഹാരം കാണാൻ സാധിക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷെ വ്യാജ റെസീറ്റ് അടിക്കുക. ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഓഫീസ് സെക്രട്ടറി വ്യാജ റെസീറ്റ് അടിക്കണം. ഓഫീസ് സെക്രട്ടറി കമ്മീഷനോട് പറഞ്ഞത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷേ 2ാം നമ്പർ റെസീറ്റ് പിന്നീട് ഹാജരാക്കുന്നത്, ഒറിജിനൽ 2ാം നമ്പർ റെസീറ്റ് ബുക്ക് പിന്നീട് ഹാജരാക്കുന്നത് ടി.ഐ. മധുസൂദനാണ്. അദ്ദേഹം പറഞ്ഞതായി നമ്മളെ കെ രാഗേഷ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇപ്പൊ വിശദീകരിച്ചത് അതൊരു പുസ്തകത്തിന്റെ ഉള്ളിലായി പോയി, അത് കാണാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് അത് പിന്നീട് അന്നെത്തിക്കാതിരുന്നത് പിന്നീട് എത്തിച്ചത്. ടി.ഐ. മധുസൂദന്റെ പുസ്തകത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന റെസീറ്റ് എങ്ങനെയാ കരുണാകരന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക, ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ നഷ്ടപ്പെടുക?
ടി.ഐ. മൻസൂറിന്റെ കയ്യിലുള്ള റെസീറ്റിന് എന്തിനാണ് വ്യാജ റെസീറ്റ് ഓഫീസ് സെക്രട്ടറി അച്ചടിക്കുന്നത്? അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ടി.ഐ. മധുസൂദനൻ കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. ഒരുപടി കാര്യങ്ങളുണ്ട്, അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും ഒരു സംവാദത്തിന് തയ്യാറായാൽ അത് ആ സമയത്ത് സൂചിപ്പിക്കാം എന്നതാണ്. രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ക് മറ്റന്നാൾ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് പുറത്തു വന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതിന്റെ സത്യാവസ്ഥ, അതിന്റെ വസ്തുത ഞാൻ പറയും, പുറത്തുവിടും എന്നതാണ്. അതേക്കുറിച്ച് ഇത് ഒരു കയ്യും കണക്കുമില്ലാത്ത രീതിയിൽ ഫണ്ട് കൈകാര്യം ചെയ്യുകയാണ്. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി പയ്യന്നൂർ ഏരിയയിലെ സഹകരണ ജീവനക്കാരിൽ നിന്ന് 1 മാസത്തെ വേതനമാണ് സംഭാവന വാങ്ങിയത്. 1 മാസത്തെ വേതനം കമ്മിറ്റിയിൽ കണക്കാക്കി അവതരിപ്പിച്ചപ്പോ 1 നയാ പൈസ സഹകരണ ജീവനക്കാര് സംഭാവന തന്നതായി കണക്കില്ല. സംഭാവന കൊടുത്തവർ ആ കമ്മിറ്റിയിലുണ്ട്. സഹകരണ ജീവനക്കാര് ഉൾപ്പെടെയുള്ളതാണ് ഏരിയ കമ്മിറ്റി. ആ ഫണ്ട് കൊടുത്തവർ പറഞ്ഞു, ഞങ്ങൾ 1 മാസത്തെ വേതനം ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്, ആ പണം എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരവില്ല. പിന്നീട് ഞാനത് പരിശോധിച്ചു. 70.5 ലക്ഷം രൂപ വരും ഈ സഹകരണ ജീവനക്കാര് കൊടുത്ത ഫണ്ട്. 70.5 ലക്ഷം. അവതരിപ്പിച്ച കണക്കെന്താണെന്നറിയോ? പണം തികയാത്തത് കൊണ്ട് 35 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിൽ നിന്ന് കടം വാങ്ങി വകമാറ്റി. ഒരു രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് വകമാറ്റണമെങ്കിൽ ഒന്ന് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആ കാര്യം വിശദീകരിച്ച് ഏരിയ കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണം. ഈ കണക്ക് വരുമ്പോഴാണ് ഏരിയ കമ്മിറ്റി മെമ്പർമാർ പോലും ആ കാര്യം അറിയുന്നത്. ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല. ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റണോ മറ്റേതെങ്കിലും രീതിയിൽ ഫണ്ട് കണ്ടെത്തണോ എന്നൊന്നും കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല. ഈ 70.5 ലക്ഷം കണക്കിൽ ഉൾപ്പെടുത്തിയ പിന്നെ 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റേണ്ട വല്ല കാര്യമുണ്ടോ? 70 ലക്ഷം ഓൾറെഡി പിരിഞ്ഞു കിട്ടിയത്, ഈ അക്കൗണ്ടിലുള്ളത്, ബാങ്ക് അക്കൗണ്ടിലുള്ളത്, അത് കണക്കിൽ ഉൾപ്പെടുത്തിയാൽ 35 ലക്ഷം ധനരാജ് ഫണ്ടെന്ന് മാറ്റേണ്ട കാര്യമില്ലല്ലോ. ആ 35 ലക്ഷം വളരെ വിചിത്രമായൊരു കാര്യം. ആ 2 തവണ കണക്ക് അവതരിപ്പിച്ചപ്പോഴും കമ്മിറ്റിക്കാർ പറഞ്ഞത് 35 ലക്ഷം വകമാറ്റിയതാണ്. പക്ഷെ അവസാനം ജില്ലാ കമ്മിറ്റി പറഞ്ഞത് അത് 40 ലക്ഷം. ജില്ലാ കമ്മിറ്റി ഒരു ചെലവും ഇതുമായി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വൈകുന്നില്ല. എല്ലാം കൈകാര്യം ചെയ്തത് കെട്ടിട നിർമ്മാണ കമ്മിറ്റിയാണ്. അതിന്റെ സെക്രട്ടറിയാണ് ടി.ഐ. മധുസൂദനൻ. കെട്ടിട നിർമ്മാണ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ടി.ഐ. മധുസൂദനൻ. അപ്പോ ഈ 35 ലക്ഷം ജില്ലാ കമ്മിറ്റിക്കാരെങ്ങനെയാ 40 ലക്ഷം എന്ന് പറയുക? എന്നിട്ട് ജില്ലാ കമ്മിറ്റി പറയാണ് ഈ 40 ലക്ഷം ഏരിയ കമ്മിറ്റി ഫണ്ട് കണ്ടെത്തി തിരിച്ച് ധനരാജ് ഫണ്ടിലേക്ക് കൊടുക്കണം എന്ന്. ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എല്ലാറ്റിലേക്കും ഞാൻ കടക്കുന്നില്ല.